സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നേരിടാൻ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട്. എന്നാൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അതീവ ഗൗരവതരമാണ്. അത് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ 2 വർഷം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. അതിനു 3 വർഷം മുമ്പാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ, നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ ചേർന്ന് സർക്കാരിന് ഇപ്പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ 5 വർഷത്തിനിപ്പുറം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് കോടതി പറയുമ്പോൾ എന്തുകൊണ്ടാവും അതിനെ സിനിമാ മേഖലയിലെ വലിയൊരു വിഭാഗം എതിർത്തത്? അവർ ഭയപ്പെടാൻ മാത്രം എന്താണ് അതിലുള്ളത്? മലയാള സിനിമ ഇപ്പോഴുള്ളത് 10-15 പേരുടെ കൈകളിലാണെന്നും നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ പരിഹാരം സാധ്യമല്ലെന്നും സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ജസ്റ്റിസ് കെ ഹേമ വെളിപ്പെടുത്തിയിരുന്നു. ഒരു ട്രിബ്യൂണൽ വേണമെന്ന് പറഞ്ഞ പഠന സംഘം അതൊന്ന് വായിച്ചു നോക്കിയാൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നും പറഞ്ഞിരുന്നു. ലൈംഗിക ചൂഷണങ്ങൾക്ക് പുറമെ സ്ത്രീകൾ അനുഭവിച്ച മറ്റ് അതിക്രമങ്ങൾ, വേതനത്തിലുള്ള വ്യത്യാസങ്ങൾ, കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള രീതികൾ, സ്ത്രീകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ താമസ സൗകര്യവും ടോയ്ലറ്റ് സംവിധാനങ്ങളും കോൺട്രാക്റ്റും ഇല്ലാതിരുന്നത്, സിനിമയിലെ അപ്രഖ്യാപിത വിലക്കുകൾ തുടങ്ങി പലതും കമ്മിറ്റിയുടെ വിഷയമായിരുന്നു. എന്നാൽ 1 കോടിയിലധികം വരുന്ന പണം സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് പുറത്തു വിടണമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലത്രേ. 2017 ഫെബ്രുവരി 17 മലയാള സിനിമയിൽ സജീവമായിരുന്ന യുവനടിയെ ഒരു സിനിമാ കഥയെ വെല്ലും വിധം കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. നിശബ്ദയാക്കാമെന്ന ലക്ഷ്യത്തോടെ സിനിമയ്ക്കുള്ളിൽ നിന്നും ലഭിച്ച സഹായത്തോടെ നടത്തിയ ക്രൂരത പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ചു തുറന്നിട്ടത് ഒരു പുത്തനേടാണ്. കേരളം ചൂടോടെ ചർച്ച ചെയ്ത സംഭവം ഒരു ഞെട്ടിത്തരിപ്പിനപ്പുറത്തേക്ക് വഴിയൊരുക്കിയത് ഒരു കൂട്ടം സ്ത്രീകളുടെ ചേർത്തുനിൽപ്പിനും ചെറുത്തുനിൽപ്പിനുമാണ്. സിനിമാ രംഗത്തെ അതിക്രമങ്ങളും വിവേചനങ്ങളും തുറന്നു പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തി. മലയാള സിനിമാ രംഗത്തെ ഈ സംഭവത്തിന് മുൻപും ശേഷവും എന്ന് വേർതിരിക്കാനാവും വിധം. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കവേ നടി മഞ്ജു വാര്യർ സംഭവത്തിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചു. ആദ്യം അതിൽ അന്വേഷണം നിഷേധിച്ചെങ്കിലും 1ാം പിണറായി സർക്കാർ തുടരന്വേഷണം നടത്താനും നടപടി കൈക്കൊള്ളാനും നിർബന്ധിതമായി. വനിതാ സിനിമാ പ്രവർത്തകർ അവിടെയും കലഹം അവസാനിപ്പിച്ചില്ല. മലയാള സിനിമയിൽ ആദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഒന്നിച്ച സംഘടന രൂപം കൊണ്ടു, വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC. സിനിമയിൽ വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടു. വെറും 5 മാസം കൊണ്ട് രാജ്യത്ത് ആദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷൻ രൂപം കൊണ്ടു, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2017 ജൂലൈയിൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ 1.5 വർഷമെടുത്തു അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ. നിരവധി സിനിമാ സാംസ്കാരിക പ്രവർത്തകരെ രഹസ്യമായി കണ്ടും പേരുകൾ വെളിപ്പെടുത്താതെയുമുള്ള റിപ്പോർട്ട് 2019 ഡിസംബർ 31 അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഹേമ കമ്മീഷൻ ശിപാർശ ഞങ്ങളുടെ പുതുവത്സര സമ്മാനം. ഒരു നീണ്ട കാത്തിരിപ്പിന് വിരാമമായി. തൊട്ടടുത്ത ദിവസം, അതായത് 2020 ജനുവരി 1-ാം തീയതി WCC സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണിത്. എന്നാൽ 2022 പുതുവത്സര ദിനത്തിൽ ഇതേ പേജിൽ വന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം. സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന വാഗ്ദാനങ്ങളുടെ 4 വർഷങ്ങൾ. വ്യവസ്ഥാപിതമായ അടിച്ചമർത്തലിന്റെ നീണ്ട ചരിത്രം. നീതിക്ക് വേണ്ടി ഇനിയും എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. അന്വേഷണത്തിന് ആസ്പദമായ സംഭവം നടന്നിട്ട് 7 വർഷം. ഇതിനിടെ 2017 ജൂലൈയിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിന്മേൽ അറസ്റ്റിലായ നടൻ ദിലീപ് 3 മാസത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി. എങ്കിലും കുറ്റവിമുക്തനെന്ന് തെളിയിക്കപ്പെട്ടില്ല. മലയാള സിനിമയിലെ വളരെ കുറച്ച് താരങ്ങൾ അയാൾക്കെതിരെ കോടതിയിൽ മൊഴി കൊടുത്തു. അതിജീവിത കാലങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനിടെ വ്യക്തിത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. ദിലീപിന്റെ സഹോദരനും ബന്ധുവും ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്നും പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദിലീപിന് കിട്ടിയത് നേരിട്ട് കണ്ടെന്നുമാണ് സംവിധായകൻ മൊഴി നൽകിയത്. എത്രയും വേഗം ട്രയൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയ കേസ് പിന്നീട് തട്ടിത്തടഞ്ഞാണ് ഇഴഞ്ഞു നീങ്ങിയത്. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലെ ജഡ്ജിമാരും പ്രോസിക്യൂട്ടർമാരും അടക്കമുള്ളവരുടെ പിന്മാറ്റവും ഉണ്ടായി. ഇക്കാലത്തിനിടെ സിനിമാ രംഗത്ത് തന്നെ പുറത്തു വന്നത് നിരവധി ലൈംഗികാരോപണ കേസുകളാണ്.
നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെയും പടവെട്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെയും അതിക്രമ ആരോപണങ്ങൾ ഉയർന്നത് ഇതിന് ശേഷമാണ്. പുറത്തറിയിക്കാതെ നിശബ്ദമാക്കപ്പെട്ടവ വേറെയും ധാരാളം. അപ്പോഴും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം കേരളം ചർച്ച ചെയ്തു. സ്ത്രീ പുരോഗതിക്കൊപ്പം എന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരാകട്ടെ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന ഉറച്ച നിലപാടെടുത്തു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന് പിന്നാലെ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വെക്കണമെന്ന് നിയമസഭയിൽ ആവശ്യമുയർത്തി. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിന് കീഴിലല്ല കമ്മീഷനെ നിയോഗിച്ചതെന്നും അതുകൊണ്ട് നിയമസഭ വിഷയം ചർച്ച ചെയ്യേണ്ടതുമില്ലെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇതേ വാദം മന്ത്രി സജി ചെറിയാനും ആവർത്തിച്ചു. ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് കമ്മീഷൻ അല്ല, അതൊരു കമ്മിറ്റി മാത്രമാണെന്നും മന്ത്രി WCC അറിയിച്ചു. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് സംഘടനയും കമ്മീഷനും ഇക്കാര്യം അറിയുന്നത്. മണിക്കൂറുകളോളം കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയവർ, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അക്കമിട്ട് നിരത്തിയവർ, വ്യക്തിത്വം പോലും വെളിപ്പെടുമെന്ന് ഭയക്കാതെ അവരെ വിശ്വസിച്ചവർ, അകമഴിഞ്ഞ സഹായങ്ങൾ കമ്മീഷന് നൽകിയവർ, എത്ര പേരാണ് അവിടെ വഞ്ചിക്കപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 15 ദിവസത്തിനകം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ സർക്കാരിന് കത്തയച്ചു. റിപ്പോർട്ടിന്റെ പതിപ്പ് കമ്മീഷനും WCCക്കും കൈമാറണമെന്നും അല്ലാത്ത പക്ഷം കേരളത്തിൽ നേരിട്ട് വന്ന് റിപ്പോർട്ട് വാങ്ങുമെന്നുമാണ് രേഖാ ശർമ്മ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത്. പിണറായി സർക്കാർ അതിലും കുലുങ്ങിയില്ല. വനിതാ കമ്മീഷനല്ല, സാക്ഷാൽ സുപ്രീം കോടതി വന്നാലും റിപ്പോർട്ടിനെ പറ്റി മിണ്ടില്ലെന്ന മട്ടായി. അങ്ങനെ ഇരിക്കെ 300 പേജുകളുള്ള റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തെന്ന് വിവരാവകാശ നിയമപ്രകാരം പലരും ചോദിച്ചു തുടങ്ങി. അതിന് മറുപടിയില്ലെന്നായപ്പോഴാണ് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. സർക്കാർ ഓഫീസിൽ പൂത്തുനാറിയിരുന്ന റിപ്പോർട്ടിന് മേൽ അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം വീണു. റിപ്പോർട്ടിന്റെ പതിപ്പുകൾ അപ്പീലുമായി എത്തിയ 5 വ്യക്തികൾക്കും നൽകാൻ 2024 ജൂലൈ 18 തീരുമാനവുമായി. സെക്ഷൻ 10(1) പ്രകാരം സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കി 232 പേജുകളുള്ള റിപ്പോർട്ടായി ജൂലൈ 24, 2024 3:30 പുറത്തുവിടാനിരിക്കെ പെട്ടെന്നാണ് നിർമ്മാതാവ് സജിമോൻ പാറയിൽ റിപ്പോർട്ടിനെതിരെ ഹർജി സമർപ്പിക്കുകയും ഹൈക്കോടതി ഇത് അംഗീകരിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് തടയുകയും ചെയ്തത്. എന്ത് ചെയ്യാം, കോടതി കാര്യമായി പോയില്ലേ. ഇതിനെതിരെ വീണ്ടും ഹർജി വന്നു. WCCയും ഹർജിയിൽ പങ്കുചേർന്നു. 3 തവണയാണ് ഇതേ ഹർജി പരിഗണിക്കാൻ കോടതി ചേർന്നത്. ഒടുവിൽ ഒറ്റവാക്കിൽ വിധിയുമായി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടാം. ഇതിനിടെ താരങ്ങളുടെ സംഘടനയായ അമ്മയാകട്ടെ അബദ്ധത്തിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മിണ്ടാതിരിക്കാനായി പരമാവധി ശ്രമിച്ചു എന്നതുകൂടി കാണേണ്ടതാണ്. ഹേമ കമ്മിറ്റി അമ്മ സംഘടനയുമായി ബന്ധമുള്ളതല്ലെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ലെന്നും പുറത്ത് വിടണോ വേണ്ടയോ എന്ന അഭിപ്രായം പറയേണ്ട കാര്യം അമ്മയ്ക്ക് ഇല്ലെന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദീഖ് നടത്തിയ അഭിപ്രായ പ്രകടനം. WCCക്കെതിരെ താരസംഘടന സ്വീകരിച്ച നിലപാടുകൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അത്ഭുതം തോന്നേണ്ടതൊന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കും തോറും പലരും സംരക്ഷിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അതിന്റെ തണലിൽ കഴിഞ്ഞുകൂടാമെന്ന് വ്യാമോഹിച്ചേക്കാം. പക്ഷേ എത്ര നാൾ? ഒരു ദിവസം മറ നീക്കി അതും പുറത്തു വരും. പലർക്കു നേരെയും വിരൽ ചൂണ്ടും, പലരെയും മുൾമുനയിൽ നിർത്തും. അതിനു പുറകെ പോകാൻ ഒരു കൂട്ടം ഇവിടെ ഒരുക്കമാണ്. അവർ ചോദിക്കുന്നത് സത്യം എന്തെന്നാണ്. എത്ര നാൾ നിങ്ങളത് പാത്തുവെക്കും?